everyone, welcome back to Gizmonk. ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ സെയിലും ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിലും ലൈവായിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഡീൽസ് ഏതാണ് ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയത് ഈ ഡീൽസ് കാലത്ത് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടി വിനെ പറ്റി ഏത് ടി വിയാണ് ഏറ്റവും ബെറ്റർ ഡീൽസ് എന്ന് കമ്പയർ ചെയ്ത് നോക്കിയിരുന്നു. അത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ലാപ്ടോപ്സിൽ ഏതൊക്കെ ബെസ്റ്റ് കാഷ്വൽ യൂസിന് പറ്റിയത്, ബിസിനസ് യൂസിന് പറ്റിയത്, ഡിസൈൻ യൂസിന് പറ്റിയത്, പിന്നെ ഗെയിമിംഗ് ഓർ എഡിറ്റിംഗ്, അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കുറച്ച് കാറ്റഗറീസിൽ ഏതാണ് ബെസ്റ്റ് ഡീൽസ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതിലൊക്കെ അവർ റിവീൽ ചെയ്തിട്ടുള്ള പ്രൈസസ് വെച്ചിട്ടാണ് ഞാൻ ഈ ലാപ്ടോപ്സ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ ഇട്ടതിന് ശേഷം എന്തെങ്കിലും നല്ല ഡീൽസ് വേറെ വരികയാണെങ്കിൽ എന്തായാലും ഞാനത് ഡിസ്ക്രിപ്ഷനിലും കമ്മ്യൂണിറ്റി ടാബിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ എന്തെങ്കിലും നല്ല ഡീൽസ് കം അക്രോസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ ഇടുക, മറ്റുള്ളവർക്ക് അത് ഉപകരിക്കട്ടെ. അപ്പോൾ ഈ പ്രൊഡക്ട്സിൻ്റെയൊക്കെ റെഫറൽ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടുന്ന് അത് ഡയറക്റ്റായിട്ട് നോക്കിയിട്ട് ആ ഡീൽ ലൈവ് പേജിലേക്ക് പോയിട്ട് അവിടുന്ന് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഈ ലാപ്ടോപ്പുകളൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പല പാരാമീറ്റേഴ്സിലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് ഈ ഫയൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്യാം. നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങിച്ചിട്ട് നിങ്ങൾ വാങ്ങാൻ പോകുന്ന ലാപ്ടോപ്പിനായിട്ട് കമ്പയർ ചെയ്തിട്ട് എടുക്കാൻ നിങ്ങൾക്ക് അത് ഉപകരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം ബേസിക് ആയിട്ടുള്ള ഹോം യൂസ്, ലൈറ്റ് യൂസ് ആയിട്ടുള്ള ലാപ്ടോപ്സ് ഇപ്പോൾ ഈ ഡീൽസിൽ അവൈലബിൾ ഏതാണ് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അനാലിസിസ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ മോഡൽസ് ഉണ്ട്. 40,000 രൂപയ്ക്ക് താഴെയുള്ളത് ഒരു ലൈറ്റ് യൂസ് മോഡൽസ്. അതാണല്ലോ നമ്മൾ ഒരു ബഡ്ജറ്റ് ലാപ്ടോപ്സിന് സ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രൈസ് റേഞ്ച്. സ്കൂൾ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ മിനിമൽ ഹോം വർക്ക്, അല്ലെങ്കിൽ ചെറിയ ഓഫീസ് വർക്ക്, അങ്ങനത്തെ ഒരു ഇതിനൊക്കെ ഈ മോഡൽസ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ പ്രൈസ് റേഞ്ച് കുറവായതുകൊണ്ട് തന്നെ ബാറ്ററി ലൈഫ് കുറച്ച് കുറവായിരിക്കും. ഇപ്പോൾ ഈ ടേബിളിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ എല്ലാ മോഡൽസും ഡീൽസിൽ ഇപ്പോൾ ഉള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 40ക്ക് താഴെയുള്ളത് എല്ലാം ഒരു 40 വാട്ട് അവർ 3 സെൽ ബാറ്ററി വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ബാറ്ററി ബാക്കപ്പ് ഒരു ഏകദേശം ഒരു 1 to 2 hours ബാക്കപ്പ് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ ഹെവി വർക്കൊന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു ബാക്കപ്പ് ധാരാളമായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു 15 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ കംപ്ലീറ്റ് ലാപ്ടോപ്സിന് ഈ ഡീൽസിലുള്ളതിന് കമ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കാഷ്വൽ യൂസിൽ ഫ്ലിപ്കാർട്ടിലെ ഏസസ് വിവോ ബുക്ക് ഗോ 15 36,000 രൂപക്ക് അവൈലബിൾ ആണ്. ഇതിന് കാര്യമായിട്ട് ഓഫേഴ്സ് ഇല്ല. പക്ഷേ ഇപ്പോഴത്തെ ബാക്കിയുള്ള ഈ ഓഫേഴ്സിലുള്ള ഈ ഒരു 40,000 അടിയിലുള്ള മോഡൽസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഇത് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇതിന് ഒരു OLED സ്ക്രീനാണ്, അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റും. പിന്നെ സ്റ്റാർട്ടിംഗ് ആയ AMD പ്രോസസ്സറിൻ്റെ Ryzen 3 7320U പ്രോസസ്സറാണ് ഇതിലുള്ളത്. 8GB റാമും 512GB സ്റ്റോറേജും നിങ്ങൾക്ക് ഇതിൽ കിട്ടും. ഇൻറ്റഗ്രേറ്റഡ് AMD റേഡിയോൺ ഗ്രാഫിക്സ് ഇതിലുണ്ട്. വളരെ ചെറിയ ലൈറ്റ് വർക്കിനൊക്കെ അത് സാധിക്കും. രണ്ടാമത്തെ കാഷ്വൽ യൂസിന് പറ്റിയ ലാപ്ടോപ്പ് ഉള്ളത് ആമസോണിൽ ഏസസ് വിവോ ബുക്ക് ഗോ 15 ആണ്. ഇത് Ryzen 5 പ്രോസസ്സറാണ്. ഇത് ഒരു 36,500 രൂപക്ക് 3,500 രൂപ SBIൻ്റെ കാർഡ് ഓഫർ കഴിച്ചിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ മോഡലിനെക്കാളും 500 രൂപ കൂടുതലാണിത്. പക്ഷേ നിങ്ങൾക്ക് Ryzen 5 പ്രോസസ്സർ കിട്ടും Ryzen 3 കമ്പയർ ചെയ്യുമ്പോൾ. ഈ മോഡലിൽ OLED സ്ക്രീൻ ആയിരുന്നല്ലോ ഹൈലൈറ്റ്. അപ്പോൾ ഇത് രണ്ടും നല്ല ഓപ്ഷൻസ് ആണ്. പിന്നെയും നിങ്ങളെ ബഡ്ജറ്റ് അത്ര ഇല്ല, വളരെ ടൈറ്റാണ്, 30,000 രൂപക്ക് താഴെ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളതെങ്കിൽ പിന്നെ ഫ്ലിപ്കാർട്ടിൽ ഏസസിൻ്റെ വിവോ ബുക്ക് ഗോ 14 ഉണ്ട്. അപ്പോൾ ഇത് 14 ഇഞ്ച് സ്ക്രീനാണ്. നോർമൽ സ്ക്രീന് 15.5 സ്ക്രീനാണെന്ന് അറിയാലോ. അപ്പോൾ കുറച്ച് സ്ക്രീൻ ചെറുതായിരിക്കും, പക്ഷേ ലൈറ്റ് വെയിറ്റ്, നിങ്ങൾക്ക് ക്യാരി ചെയ്യാനും കൊണ്ട് നടക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു കാഷ്വൽ ലാപ്ടോപ്പിൽ 30,000 സ്ട്രിക്റ്റ് ബഡ്ജറ്റാണ്, നിങ്ങൾ ആ ഒരു ബഡ്ജറ്റിനപ്പുറം പോകാൻ പറ്റില്ല എന്നുള്ളതാണെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് നോക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു റേഞ്ചിൽ ഉള്ള പോരായ്മകൾ എന്താ വെച്ചാൽ നല്ല എഡിറ്റിംഗ്, ഗെയിമിങ് അങ്ങനത്തെ വർക്കൊക്കെ കൂടുതൽ ഭയങ്കര ഹെവി വർക്ക് നമുക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി പ്രതീക്ഷിക്കേണ്ട. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ 3 മോഡൽസ് 40,000 രൂപയ്ക്ക് താഴെ ആയതുകൊണ്ട് തന്നെ ബാറ്ററികളൊക്കെ 40 വാട്ട് അവർ 3 സെൽ ബാറ്ററികളാണ് വരുന്നത്. അപ്പോൾ ഭയങ്കര ബാറ്ററി ലൈഫ് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഈ ഒരു 3 മോഡൽസാണ് നമ്മുടെ കാഷ്വൽ യൂസ് കാറ്റഗറിയിലുള്ള നല്ല ഡീൽസ് ഇപ്പോൾ കാണുന്നത്. ഇനി കുറച്ച് മീഡിയം വർക്ക് ലോഡ് ഒക്കെ ചെയ്യാൻ കുറച്ചുകൂടി നല്ല ബിസിനസ് യൂസ് ലാപ്ടോപ്സ് ആണെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ഏസർ സ്വിഫ്റ്റ് i5 ഉണ്ട്. 66,000 രൂപയ്ക്ക് HDFCൻ്റെ ഓഫർ 3,250 റുപ്പീസ് കാർഡ് ഓഫർ ഉണ്ട്. 1000 രൂപ എല്ലാ ക്രെഡിറ്റ് കാർഡിൻ്റെ മുകളിലും ഓഫർ ഉണ്ട്. അപ്പോൾ ഇതിലൊരു 14 ഇഞ്ച് സ്ക്രീനാണ്. പക്ഷേ ഇതിൽ OLED 2K ഡിസ്പ്ലേ ആണ്. 400 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉള്ള സ്ക്രീനാണ്. 90 Hz റിഫ്രഷ് റേറ്റും ഉണ്ട്. കോർ i7 Intel 13 ജനറേഷൻ 1370
700H പ്രോസറാണ് ഇതിൽ. ഇപ്പോൾ 16GB റാമും 512GB സ്റ്റോറേജും കിട്ടും. വെബ് ക്യാം നല്ല ക്ലാരിറ്റിയുള്ള 1440p റെസൊല്യൂഷൻ കിട്ടും. ഗ്രാഫിക്സ് നോക്കിയാൽ ഇന്റലിന്റെ XE ഗ്രാഫിക്സ് ആണ്. ഹെവി ഗെയിമിങ്ങും എഡിറ്റിങ്ങും അങ്ങനത്തെ ഒരു വർക്കൊന്നും പറ്റൂലെങ്കിലും അത്യാവശ്യം പരിപാടികളൊക്കെ നടക്കും. പിന്നെ ബാറ്ററി കൂടുതൽ കപ്പാസിറ്റി ഉണ്ട്. 65 Wh ആണ്. 4 സെൽ ബാറ്ററിയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഡീലാണ്. ഒരു ബിസിനസ് ലാപ്ടോപ്പ് ആണ് നോക്കുന്നതെങ്കിൽ ഈ റേഞ്ചിൽ ഇതാണ് നല്ലതാണ്. പിന്നുള്ള ഒരു മോഡല് ഫ്ലിപ്കാർട്ടിൽ ലെനോവോന്റെ ഐഡിയ പാഡ് സ്ലിം 5 ആണ്. ഇത് 70,000 ആണ് ഡീൽ പ്രൈസ്. ഏകദേശം 9,000 റുപ്പീസ് ആണ് ഇതിന്റെ ഒറിജിനൽ MRP പ്രൈസും തമ്മിൽ വ്യത്യാസം കാണുന്നത്. അപ്പോൾ ഇതും 14 ഇഞ്ച് ചെറിയൊരു സ്ക്രീനാണ്. ഇതിന്റെയും ഹൈലൈറ്റ് ഇതിന്റെ OLED സ്ക്രീനാണ്. ഈ OLED സ്ക്രീന് ഒരു 400 nits ബ്രൈറ്റ്നസ് ഉണ്ട്. വേറെ ഒരു ഹൈലൈറ്റ് ഇതിന്റെ എന്താണെന്ന് വെച്ചാൽ പുതിയ പ്രോസസർ സീരീസ് ആയ ഇന്റൽ കോർ അൾട്രാ 5 125H പ്രോസറാണ് ഇതിലുള്ളത്. ഇതിന് നല്ലൊരു ഇനീഷ്യൽ റിവ്യൂസ് ആണ് എല്ലാവരും കൊടുക്കുന്നത്. കോർ അൾട്രാ പ്രോസറിന്റെ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണെന്നാണ് കേൾക്കുന്നത്. കുറച്ച് കാലമായിട്ട് ഇന്റൽ AMD പ്രോസസ്സറിന് പെർഫോമൻസിലും എഫിഷ്യൻസിയിലും കുറച്ച് ട്രെയിൽ ചെയ്യാണ്, ബാക്കിലാണ്. അപ്പോൾ അത് ഇപ്രാവശ്യത്തെ ഈ സീരീസോട് കൂടി കുറച്ചും കൂടെ ഇന്റലിന് പോസിറ്റീവ് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചും കൂടെ ഒരു റേറ്റ് കൂടുതൽ. പിന്നെ ഇതിൻ്റെ കൂടെ 1TB സ്റ്റോറേജും 16GB റാമും കിട്ടും. ഫുൾ HD 1080p വെബ് ക്യാമും ഇന്റൽ ഇൻറ്റഗ്രേറ്റഡ് ആർക്ക് ഗ്രാഫിക്സുമാണ് ഇതിലുള്ളത്. ഈ പുതിയ കോർ അൾട്രാ സീരീസിന്റെ പെർഫോമൻസ് ഒക്കെ ന്യൂസ് വരുന്നതേ ഉള്ളൂ. പക്ഷേ കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് ആയിരിക്കുന്നതാണ് ഇനീഷ്യലായിട്ട് എല്ലാ റിവ്യൂസും പറയുന്നത്. ഇതിന്റെ ഒരു ബാറ്ററി ശകലം കപ്പാസിറ്റി കുറവാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഏസർ മോഡൽസ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് 57 Wh 4 സെൽ ബാറ്ററിയാണ് ഉള്ളത്. മറ്റേതിന് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിന് 65 Wh 4 സെൽ ബാറ്ററിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കാഷ്വൽ യൂസിന് ഉണ്ടായിരുന്ന മോഡൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ 40 Wh 3 സെൽ കിട്ടുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് എത്തുമ്പോഴേക്കും ഡബിൾ ദ ബാറ്ററി കപ്പാസിറ്റി നമുക്ക് കിട്ടാൻ തുടങ്ങുകയാണ്. അതിനനുസരിച്ച് ബാറ്ററി ബാക്കപ്പും നമുക്ക് കൂടുതൽ കിട്ടും. ഇത് രണ്ടുമാണ് നമുക്കിപ്പോൾ ഡീൽസിൽ കാണാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് 2 ബിസിനസ് ലാപ്ടോപ്സ്. അപ്പോൾ അടുത്ത നമുക്ക് ഡിസൈൻ വർക്ക് ഒക്കെ ചെയ്യാൻ പറ്റിയ ലാപ്ടോപ്സ് ഏതാണ് ഡീലിലുള്ളത് നോക്കാം. അപ്പോൾ ഡിസൈൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നെക്സ്റ്റ് കാറ്റഗറിയിൽ പറയുന്ന ഗെയിമിംഗ് ലാപ്ടോപ്സും കൺസിഡർ ചെയ്യാൻ കിട്ടും. ഡിസൈൻ വർക്ക് ആവുമ്പോൾ കുറേ പേർക്ക് മാക്ബുക്സിനോട് താല്പര്യം ഉണ്ടാവുമല്ലോ. ഫ്ലിപ്കാർട്ടിൽ മാക്ബുക്ക് എയർ M2ഉം ആമസോണിൽ മാക്ബുക്ക് എയർ M1ഉം ടീസ് ചെയ്തിട്ടുണ്ട് ഡീൽ വരുന്നുണ്ടെന്ന്. പക്ഷേ എക്സാക്ട് ഡീൽ പ്രൈസ് അവർ റിവീൽ ചെയ്തിട്ടില്ല. ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ കൊണ്ടാന്ന് തോന്നുന്നു ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം റിവീൽ ചെയ്യുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് മാക്കാണ് താല്പര്യമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ 2 മോഡൽസും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് വിൻഡോസ് ഡിസൈൻ ലാപ്ടോപ്സ് നോക്കാം. ആമസോണിൽ 72,000 രൂപയ്ക്ക് ലെനോവോൻ്റെ യോഗ സ്ലിം 6 എന്നൊരു മോഡൽ ഓഫറിൽ ഇപ്പോൾ ഉണ്ട്. 3,000 റുപ്പീസ് ഡിസ്കൗണ്ട് ഉണ്ട് ഒറിജിനൽ പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇതിൽ ചെറിയ സ്ക്രീൻ തന്നെയാണ്, 14 ഇഞ്ചാണ്, OLED സ്ക്രീനാണ്, 400 nits ബ്രൈറ്റ്നസ്. ഇതിൽ ഇവോ കോർ i5 ഇന്റലിന്റെ കഴിഞ്ഞ കൊല്ലത്തെ പെർഫോമൻസ് പ്രോസസ്സേഴ്സ് ആണ് ഉള്ളത്. 13500H പ്രോസസർ, 16GB റാമും 512GB SSDയും ഫുൾ HD വെബ് ക്യാമും കിട്ടും. പിന്നെ ബാറ്ററി കുറച്ചുകൂടെ കപ്പാസിറ്റി കൂടുതലുണ്ട്. 65 Wh 4 സെൽ ബാറ്ററിയാണ് ഇതിലുള്ളത്. പിന്നെ ഏസറിന്റെ സ്വിഫ്റ്റ് ഗോ 14 ലാപ്ടോപ്പാണ് പിന്നുള്ളൊരു മോഡൽ. അപ്പോൾ 14 ഇഞ്ച് സ്ക്രീനാണ്, പക്ഷേ OLED 2.8K റെസൊല്യൂഷനാണ്, 400 nits ബ്രൈറ്റ്നസ്, 90 Hz റിഫ്രഷ് സ്ക്രീൻ, നല്ല ഡിസ്പ്ലേ ആണ്. ഇന്റലിന്റെ പുതിയ കോർ അൾട്രാ 5 125H പ്രോസറാണ് ഇതിൽ കിട്ടുക. വെബ് ക്യാം നല്ല ക്ലാരിറ്റി ഉള്ള 1440p വെബ് ക്യാമാണ്, 16GB റാമും 512GB SSDയും ഇന്റലിന്റെ ഗ്രാഫിക്സ് ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സുമാണ് ഇതിൽ കിട്ടുക. അപ്പോൾ ഇതിൽ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് ഇല്ല. ഇതും ഒരു 65 Wh 4 സെൽ ബാറ്ററിയാണ്. 3-4 അവേഴ്സ് ലൈറ്റ് യൂസിനൊക്കെ ബാക്കപ്പ് ഇത് കിട്ടും. പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ ലെനോവോൻ്റെ ഐഡിയ പാഡ് പ്രോ 5 ആണ്. ഇത് 6,000 രൂപയാണ് ഇപ്പോൾ HDFC ക്രെഡിറ്റ് കാർഡ് ഡിസ്കൗണ്ട് കാണിക്കുന്നത്. അപ്പോൾ അവസാനം 1,04,000 റുപ്പീസിന് നിങ്ങൾക്ക് ഇത് ഫ്ലിപ്കാർട്ടിൽ കിട്ടും. കുറച്ച് പെർഫോമൻസ് സ്പെക്ക് കൂടിയത് ആയതുകൊണ്ടും ഇന്റലിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോർ അൾട്രാ 9 ടോപ്പിൻ്റെ പ്രോസസ്സർ ആയതുകൊണ്ടാണ് ഇതിന് റേറ്റ് ഇത്ര കുറച്ച് കൂടുതൽ. അപ്പോൾ അത് മാത്രമല്ല, നല്ല അടിപൊളി OLED 2.8K സ്ക്രീന്, 400 nits ബ്രൈറ്റ്നസ്, 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട് ഇതിന്. പിന്നെ അതെല്ലാം കൂടെ പിന്നെ അതിൻ്റെ കൂടെ ഇന്റലിൻ്റെ കോർ അൾട്രാ 9 185H പ്രോസറുമാണ്, 32GB റാം, 1000GB 1TB SSD സ്റ്റോറേജും ഫുൾ HD വെബ് ക്യാമും ഇന്റലിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് ആർക്ക് ഗ്രാഫിക്സ് കാർഡുമാണ് ഇതിലുള്ളത്. ബാറ്ററി നല്ല കപ്പാസിറ്റി ഉണ്ട്, 84 Wh 4 സെൽ ബാറ്ററിയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കൊരു ഈ ഒരു ഡീൽസിൽ കാലത്ത്
സ്ഥാനത്ത് കാണുന്ന ഏറ്റവും ബെസ്റ്റ് ഡിസൈൻ ലാപ്ടോപ്സ് എടുക്കാൻ പറ്റിയത്. ഇനി അവസാനത്തെ കാറ്റഗറി നോക്കാം. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഗെയിമിംഗ്, എഡിറ്റിംഗ്, ആ ഒരു കാറ്റഗറി നോക്കാം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡീൽസിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു 9 ഗെയിമിംഗ് എഡിറ്റിംഗ് ലാപ്ടോപ്സ് ആണ്. അപ്പോൾ ഇതിലൊക്കെ ഒരു 3050-യും 4050 ഗ്രാഫിക്സ് കാർഡാണുള്ളത്. ഒന്നിൽ 4060-യും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല ഗെയിമിങ്ങും എഡിറ്റിംഗ് പെർഫോമൻസ് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് പോകാം. 9ാം സ്ഥാനത്ത് ഏറ്റവും സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള പ്രൈസിൽ ഫ്ലിപ്കാർട്ടിൽ ഏസറിൻ്റെ നൈട്രോ 5 ലാപ്ടോപ്പ് HDFC ക്രെഡിറ്റ് കാർഡ് 5250 ഓഫർ കിഴിച്ചാൽ 54,750 നിങ്ങൾക്ക് ഈ മോഡൽ കിട്ടും. 15.6 ഇഞ്ച് നോർമൽ സ്ക്രീൻ സൈസ്, 144 Hz റിഫ്രഷ് റേറ്റ്, Ryzen 5 7535 HS പ്രോസസ്സറും 16 GB റാം, 512 GB ഹാർഡ് ഡിസ്കും SSDയും കിട്ടും. വെബ്കാം നോർമൽ HD 720p വെബ്കാംസ് ആണ്. അപ്പം ഈ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്സ് നമ്മൾ കമ്പയർ ചെയ്യുന്ന 9 എടുത്താലും HP ഒമൻ്റെ സീരീസിലുള്ള 2 മോഡൽസിന് മാത്രമേ ഫുൾ HD 1080 വെബ്കാം ഉള്ളൂ. ഈ നൈട്രോ മോഡൽ RTX 3050 6GB ഗ്രാഫിക്സ് കാർഡാണുള്ളത്. ബാറ്ററി ഒരു ചെറിയ വീക്ക് പോയിന്റ് ആണ്. 57 Wh 4 സെൽ ബാറ്ററിയാണ് ഇതിലുള്ളത്. പക്ഷെ ഒരു 2 hours ബാക്കപ്പ് ഒക്കെ എന്തായാലും കിട്ടും. പിന്നെ നമ്മൾ എന്തായാലും ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്ന ലാപ്ടോപ്സ് ഡെഫിനറ്റ്ലി എപ്പോഴും ചാർജിൽ ഇട്ടിട്ട് തന്നെയാണല്ലോ നമ്മൾ കളിക്കുള്ളൂ. ഇനി 8ാം സ്ഥാനത്ത് അതിന് മുകളിൽ 3250 റുപ്പീസ് HDFCൻ്റെ കാർഡ് ഓഫർ കഴിച്ചാൽ 67,740 റുപ്പീസിന് ഫ്ലിപ്കാർട്ടിൽ ഏസറിൻ്റെ നൈട്രോ 5 ഇൻറ്റൽ കോർ i5 13420H പ്രോസറുള്ള 3050 6GB RTX ഗ്രാഫിക്സ് കാർഡുള്ള ലാപ്ടോപ്പ് കിട്ടും. ബാറ്ററി കപ്പാസിറ്റി ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ 57 Wh 4 സെൽ മാത്രമേ ഉള്ളൂ. പ്രൈസ് കൂടുതലും ബാറ്ററി ലൈഫ് കുറവുള്ളത് കൊണ്ടാണ് ഇത് 8ാം സ്ഥാനത്ത് ഇട്ടിട്ടുള്ളത്. 7ാം സ്ഥാനത്ത് 3000 രൂപ HDFCൻ്റെ കാർഡ് ഡിസ്കൗണ്ട് ഓഫർ കഴിച്ചാൽ 62,000 റുപ്പീസിന് നിങ്ങൾക്ക് ലെനോവോൻ്റെ LOQ ARP9 Ryzen 5 മോഡൽ 3050 6GB ഗ്രാഫിക്സ് കാർഡുള്ള ലാപ്ടോപ്പ് കിട്ടും. ആദ്യം തന്നെ പറയട്ടെ, പല വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും എന്നോട് ഈ ലെനോവോ LOQൻ്റെ മദർ ബോർഡ് ഇഷ്യൂവിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പം ഇതുവരെ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ഒരു ന്യൂസ് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ എൻ്റെ റിലേറ്റീവ്സും പിന്നെ ഫ്രണ്ട്സും ഒക്കെ ഈ ലെനോവോ LOQ എടുത്തിട്ടുണ്ട്. അവർക്കൊന്നും ഇതുവരെ ഒരു കൊല്ലമായിട്ട് അവർ യൂസ് ചെയ്തിട്ട് വലിയ ഇഷ്യൂസ് ഒന്നും ഇതുവരെ പറയുന്നത് കേട്ടിട്ടില്ല. അപ്പോൾ ഇതും ഒരു 300 nits ബ്രൈറ്റ്നസ് ഉള്ള സ്ക്രീനാണ്. 144 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. 720 അതായത് നോർമൽ HD വെബ് ക്യാം ഉണ്ട്. ബാറ്ററി 60 Wh 4 സെൽ ബാറ്ററിയാണ്. ഇനി 6ാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ 7,000 റുപ്പീസ് ഡിസ്കൗണ്ട് കിഴിച്ചാൽ ഫ്ലിപ്കാർട്ടിൽ തന്നെ ഏസസിൻ്റെ ടഫ് A15 എന്ന് പറഞ്ഞ മോഡൽ നിങ്ങൾക്ക് 58,990 അതായത് അറൗണ്ട് 59,000 റുപ്പീസിന് കിട്ടും. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ Ryzen 7 പ്രോസസ്സറാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക വിത്ത് 3050 4GB ഗ്രാഫിക്സ് കാർഡ്. അപ്പോൾ 300 nits ബ്രൈറ്റ്നസ് തന്നെയാണ് ഇതിൻ്റെ സ്ക്രീനും. 144 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഇതിൻ്റെയും ഒരു വീക്ക് പോയിന്റ് ബാറ്ററി തന്നെയാണ്. ഈ കൂട്ടത്തിലുള്ള ഗെയിമിംഗ് ലാപ്ടോപ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ബാറ്ററി 48 Wh 3 സെൽ ബാറ്ററിയാണ് ഇതിലുള്ളത്. ഇതിൽ ആകർഷിക്കുന്ന ഒരു കാര്യം 60,000 രൂപയ്ക്ക് താഴെ നമുക്ക് Ryzen 7ഉം 3050യും ലാപ്ടോപ്പും കിട്ടും. ബാറ്ററി ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പിന്നെ ഇനി പറയാൻ പോകുന്ന മുകളിലേക്കുള്ള മോഡൽസ് നോക്കുക. അപ്പോൾ 5ാം സ്ഥാനത്ത് HDFC കാർഡിൻ്റെ 5250 റുപ്പീസ് ഡിസ്കൗണ്ട് കഴിച്ചാൽ ഫ്ലിപ്കാർട്ടിൽ ഏസർ നൈട്രോ 5ൻ്റെ 62,750 റുപ്പീസിന് നിങ്ങൾക്ക് Ryzen 7 7735H സീരീസ് പ്രോസറുള്ള 3050 6GB ഗ്രാഫിക്സ് കാർഡുള്ള ലാപ്ടോപ്പ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി 57 Wh മാത്രമേ ഉള്ളൂ. ഇതൊരു 2 hours ഒക്കെ നമുക്ക് കുഴപ്പമില്ലാത്ത ബാക്കപ്പ് കിട്ടും. പിന്നെ നമ്മൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 4ാം സ്ഥാനത്ത് HDFCൻ്റെ 5250 റുപ്പീസ് ക്രെഡിറ്റ് കാർഡ് ഓഫർ കിഴിച്ചാൽ ഫ്ലിപ്കാർട്ടിൽ ഏസർ നൈട്രോ 5 69,470 റുപ്പീസിന് Ryzen 7 7735H പ്രോസസ്സറും നമുക്ക് കിട്ടും. പക്ഷേ ഈ മോഡലിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ 4050 6GB ഗ്രാഫിക്സ് കാർഡ് നമുക്ക് ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു 40 സീരീസ് ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് ഈ ഒരു മോഡൽ വെച്ച് ഇത് തുടങ്ങുകയാണ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ബാറ്ററിയും ഒരു 57 Wh ആണ് ഉള്ളത്. നമ്മൾ കുറച്ചും കൂടി പ്രീമിയം പ്രൈസിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ 3ാം സ്ഥാനത്ത് HPൻ്റെ ഒമൻ ലാപ്ടോപ്പാണ് ഉള്ളത്. അപ്പോൾ ഇതിനൊരു 82,000 റുപ്പീസിന് നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പോൾ ഇത് MRP പ്രൈസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 22,500 റുപ്പീസ് ഡിഫറൻസ് ഉണ്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതൊരു 16 ഇഞ്ച് സ്ക്രീൻ ആണ്, കുറച്ച് വലുപ്പം കൂടും നോർമലിനേക്കാളും. Ryzen 7 7840HS പ്രോസസ്സർ കിട്ടും. 1000 GB അല്ലെങ്കിൽ 1 TB SSD കിട്ടും. 16 GB റാം കിട്ടും. 4050 6GB
RTX ഗ്രാഫിക്സ് കാർഡും ഫുൾ HD വെബ് ക്യാമും നിങ്ങൾക്ക് ഇതിൽ കിട്ടും. ബാറ്ററി കപ്പാസിറ്റി നല്ലതാണ്. 83 Wh 6 ബാറ്ററിയാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ കമ്പാരിസണിലുള്ള എല്ലാ ഗെയിമിംഗ് ലാപ്ടോപ്പ് നോക്കുകയാണെങ്കിലും ഇതാണ് ഏറ്റവും കൂടുതൽ സെല്ലുള്ള 6 ബാറ്ററി ആയിട്ട് കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ ബ്രൈറ്റ്നസ് 250 nits ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ശരിക്കും പറഞ്ഞാൽ HP അറ്റ്ലീസ്റ്റ് 300 to 400 nits ഒരു ബ്രൈറ്റ്നസ് ഉള്ള സ്ക്രീനെങ്കിലും തരണമായിരുന്നു. പക്ഷേ എങ്കിലും വലിയ കുഴപ്പമില്ല, ഇൻഡോറൊക്കെ കളിക്കാനും ഉപയോഗിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ബ്രൈറ്റ്നസ്. അപ്പോൾ ഈ ഒരു ബ്രൈറ്റ്നസ് സ്പെക്കിൽ എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾ നോട്ട് ചെയ്യണമെങ്കിൽ എന്തായാലും തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇനി രണ്ടാം സ്ഥാനത്ത് HP-ൻ്റെ തന്നെ ഒമൻ സീരീസിലുള്ള ലാപ്ടോപ്പ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു MRP ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 27,500 ഡിസ്കൗണ്ട് കാണുന്നുണ്ട്. അപ്പോൾ ഫൈനലി ഒരു 1,10,000 rupees-ന് നിങ്ങൾക്കിത് ഫ്ലിപ്കാർട്ടിൽ ഓഫറിൽ കിട്ടും. അപ്പോൾ ഇതും 16 inch സ്ക്രീനാണ്. പിന്നെ വില കൂടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻറ്റലിൻ്റെ Core i7 ലേറ്റസ്റ്റ് 14th ജനറേഷൻ 14650H പ്രോസസ്സറാണ് ഇതിലുള്ളത്. അപ്പോൾ അതുകൊണ്ടും പിന്നെ RTX 4060 ഗ്രാഫിക്സ് കാർഡ് ഉള്ളത് കൊണ്ടുമാണ് ഈ ഒരു പ്രൈസ് കൂടാൻ കാരണം. അപ്പോൾ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഏറ്റവും ഹൈ ആണ് ഇവിടെ വെച്ച് നമ്മൾ കാണുന്നത്. 165 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. 300 nits ബ്രൈറ്റ്നസ് ആണ് ഇതിൻ്റെ സ്ക്രീന്. അപ്പോൾ 1 TB SSD-യും പിന്നെ 16 GB റാമും നിങ്ങൾക്ക് ഇതിൽ കിട്ടും. ബാറ്ററി കപ്പാസിറ്റി 70 Wh 4 ബാറ്ററി ആണ്. കുഴപ്പമില്ലാത്ത ബാക്കപ്പ് ഒക്കെ ഇതിന് കിട്ടും. ഇനി ഒന്നാം സ്ഥാനത്ത് Acer Predator Neo ലാപ്ടോപ്പാണ്. അപ്പോൾ HDFC-ൻ്റെ 5250 ക്രെഡിറ്റ് കാർഡ് ഓഫർ കഴിച്ചാൽ ഫ്ലിപ്കാർട്ടിൽ ഇത് കിട്ടും. 16 inch സ്ക്രീനും 400 nits ബ്രൈറ്റ്നസ് ഉള്ള സ്ക്രീനാണ്. 165 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ HP ഒമൻ്റെ അത്ര തന്നെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. Intel Core i7 13th ജനറേഷൻ കഴിഞ്ഞ പ്രാവശ്യത്തെ 13700HX പെർഫോമൻസ് പ്രോസസ്സറാണ്. ഇത് 13th ജനറേഷൻ ആയിട്ടും HP ഒമൻ്റെ നേരത്തെ പറഞ്ഞ 14th ജനറേഷൻ്റെ മുകളിൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ പ്രൈസ് ഡിഫറൻസ് കൊണ്ടാണ്. ഇതും ആ നേരത്തെ പറഞ്ഞ ഒമനും തമ്മിൽ 18,000 rupees-ൻ്റെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡിഫറൻസ് വരുന്നത് ആ 14th ജനറേഷൻ പ്രോസസ്സറും പിന്നെ 4060 ഗ്രാഫിക്സ് കാർഡിന് ഇവിടെ 4050 ഗ്രാഫിക്സ് കാർഡും കിട്ടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് എടുക്കുന്നതാണ് ബെറ്റർ. വെബ് ക്യാം 720 സാധാ HD വെബ് ക്യാമും 1 TB SSD 16 GB റാമുമാണ് ഇതിലുള്ളത്. ബാറ്ററി കപ്പാസിറ്റി നല്ല ഹൈ ആണ്. 90 Wh 4 ബാറ്ററിയാണ് ഇതിലുള്ളത്. അപ്പോൾ നല്ല ബാക്കപ്പും കിട്ടും. അപ്പോൾ ഈ ഒരു മോഡൽ 92,000 rupees-ആണ്. ഞാൻ പ്രൈസ് നേരത്തെ പറയാൻ മറന്നുപോയി. അപ്പോൾ 92,000 ആണ് ഇത് ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഓഫർ കഴിച്ച് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസിന് നല്ലൊരു വാല്യൂ ഫോർ മണി ടോപ്പ് എൻഡ് മോഡൽ തന്നെയാണ് ഇത്. അപ്പോൾ ഞാനൊരു 4 വർഷമായിട്ട് Acer-ൻ്റെ Predator സീരീസ് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല കുഴപ്പമില്ലാത്ത പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഡീൽസിൽ എടുക്കാൻ പറ്റിയ ബെസ്റ്റായിട്ടുള്ള ഗെയിമിംഗ് ഓർ എഡിറ്റിംഗ് ലാപ്ടോപ്സ്. അപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ഒരു റിക്വയർമെൻറ്റ്സ് ഒക്കെ നോക്കി നിങ്ങളൊരു ബഡ്ജറ്റൊക്കെ നോക്കി ഈ പറഞ്ഞ മോഡൽസിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരു യൂസ് സെനാറിയോ അനുസരിച്ച് നിങ്ങളത് ചെയ്യുക. വ്യൂവേഴ്സൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, ഞാൻ ഡിസൈൻ സ്റ്റുഡൻ്റാണ്, ആർക്കിടെക്ചർ സ്റ്റുഡൻ്റാണ്, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസാണ്, കോഡിങ്ങിനുള്ള ലാപ്ടോപ്പ്, അതെല്ലാം ഈ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്സും ഡിസൈൻ ലാപ്ടോപ്സും ഞാനിപ്പോൾ പറഞ്ഞ കാറ്റഗറി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതൊക്കെ നല്ല സൂട്ടാകുന്ന ലാപ്ടോപ്സ് തന്നെയാണ്. എന്തായാലും ഈ പറഞ്ഞ എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക്സും ഞാൻ നിങ്ങൾക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഞാൻ ലൈവ് ഡീലിലേക്ക് പേജിലേക്ക് പോകുന്ന ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ റെഫറൽ ലിങ്ക്സ് ഞാൻ ലിങ്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വാങ്ങാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലാപ്ടോപ്സ് എടുക്കാൻ നിങ്ങളെ ഈ ഡീൽസിൽ വളരെയധികം സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. എല്ലാ കമൻറ്റും കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. ലാപ്ടോപ്പ് വാങ്ങാൻ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന നിങ്ങളെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഈ വീഡിയോ അയച്ചു കൊടുക്കുക, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള കമ്പാരിസൺ എക്സൽ ഫയൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ കൊടുക്കാം. അത് നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നിങ്ങൾ വിചാരിക്കുന്ന ലാപ്ടോപ്പ് അതിനായിട്ട് ആ സ്പെക്സിനായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് എടുക്കുവാനുള്ള ഒരു ഡിസിഷൻ എളുപ്പമാക്കി തരും. നെക്സ്റ്റ് വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ബെറ്റർ ആയിട്ടുള്ള ഈ ഡീൽസിലെടുക്കാൻ പറ്റിയ ഇയർ ബഡ്സ് ഏതാണ്, പിന്നെ കുറച്ച് ടാബ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ചുള്ളൊരു വീഡിയോ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ് ഗിസ്മോ.